السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين നബീന മുഹമ്മദ് വലആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മക്കയെ കുറിച്ച് കേൾക്കാത്തവരില്ല. കഅബ സ്ഥിതി ചെയ്യുന്ന ഒരു നാടാണ് മക്ക. അവിടേക്കാണ് മനുഷ്യർ ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും പോകുന്നത്. അങ്ങനെ പണ്ട് കാലത്ത് അവിടെ മക്കയിൽ അബ്ദുൽ മുത്തലിബ് എന്നൊരു വൃദ്ധൻ താമസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മകനായിരുന്നു അബ്ദുള്ളയുടെ ഭാര്യയുടെ പേര് ആമിന എന്നായിരുന്നു. ഈ അബ്ദുള്ള ദൂരദേശത്തേക്ക് ഇടയ്ക്കിടെ കച്ചവടം ചെയ്യാൻ പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു നാൾ അദ്ദേഹം ദൂരദേശത്തേക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ആ ഒരു സമയത്ത് ആമിന ഗർഭിണിയായിരുന്നു. പിന്നീട് അബ്ദുള്ള വരാൻ വളരെ താമസിക്കുകയാണ്. അപ്പോഴാണ് ആമിന ഒരു ദുഃഖവാർത്ത കേൾക്കുന്നത്. അബ്ദുള്ള യാത്രയിൽ മരണപ്പെട്ടു എന്നാണ്. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ആമിനക്കൊരു കുഞ്ഞ് ഉണ്ടാവുകയാണ്. കുഞ്ഞിന് മുഹമ്മദ് എന്ന് പേരിടുകയാണ്. ആൺകുഞ്ഞായിരുന്നു. കുഞ്ഞിനെ അവർ വളരെ ലാളിച്ചു വളർത്തുകയാണ്. മുലയൂട്ടാൻ ഹലിമയെ ഏൽപ്പിക്കുകയും ചെയ്തു. ആരോഗ്യവും സൗന്ദര്യവും സൽസ്വഭാവവുമായ മുഹമ്മദ് വളർന്നു. അങ്ങനെ മുഹമ്മദിന്റെ 6-ാം വയസ്സിൽ ഉമ്മ ആമിന മരണപ്പെടുകയാണ്. ഉമ്മയും ഉപ്പയും ഇല്ലാത്ത മുഹമ്മദ് പിന്നീട് അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിൽ വളരുകയാണ്. ആ ഒരു കുട്ടിയെ എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു. പിന്നീട് കുറേ കാലം കഴിഞ്ഞ് വല്യപ്പ അബ്ദുൽ മുത്തലിബും മരണപ്പെടുകയാണ്. പിന്നീട് പിതാവിൻ്റെ സഹോദരനായ അബൂ ത്വാലിബിന്റെ സംരക്ഷണത്തിൽ മുഹമ്മദ് വളരുകയാണ്. സൽസ്വഭാവിയായ മുഹമ്മദിന് മനുഷ്യന്മാർ അൽ അമീൻ എന്ന് വിളിക്കുകയാണ്. അൽ അമീൻ എന്നതിൻ്റെ അർത്ഥം വിശ്വസ്തൻ എന്നതായിരുന്നു. പിന്നീട് മുഹമ്മദ് നല്ല വളരുകയാണ്. പണ്ടത്തെ അറബികളുടെ കച്ചവട യാത്ര നല്ല രസമുള്ളതായിരുന്നു. ഒട്ടകങ്ങളുടെ പുറത്ത് സാധനങ്ങൾ കയറ്റി സംഘം ചേർന്നുള്ള ഒരു യാത്രയായിരുന്നു. അപ്പോൾ അത് വളരെ ദീർഘം ഉള്ളൊരു യാത്രയാണ്. അപ്പോൾ ഉച്ചക്ക് തണലുള്ളവർക്ക് വിശ്രമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ നേരം വിശ്രമിച്ചിട്ടായിരിക്കും പിന്നെ ക്ഷീണം ഒക്കെ മാറിയിട്ട് യാത്ര തുടരും. പിന്നെ രാത്രിയിൽ മൈതാനത്തോ മരച്ചുവട്ടിലോ കിടന്നുറങ്ങും. പിന്നീട് 1-2 മാസം കഴിഞ്ഞാണ് തിരിച്ചു വരിക. അപ്പോൾ അവരെ സ്വീകരിക്കാൻ കുട്ടികളും സ്ത്രീകളും വലിയവരെല്ലാം കാബയുടെ അടുത്തെത്തും. അപ്പോൾ ബാലനായ മുഹമ്മദ് ഒരിക്കൽ അബൂ താലിബിന്റെ കൂടെ സിറിയയിലേക്ക് കച്ചവടം ചെയ്യാൻ പോയിരുന്നു. മക്കയിൽ ഖദീജ എന്നു പേരുള്ള ഒരു കച്ചവടക്കാരി ഉണ്ടായിരുന്നു. അവൾ ഭയങ്കര പണക്കാരിയാണ്, നല്ല സ്വഭാവക്കാരിയുമാണ്. ഖുവൈലിദിന്റെ മകളാണ്. ഖദീജ ഒരിക്കൽ യുവാവായ മുഹമ്മദിന്റെ തൻ്റെ കച്ചവടം ചുമതല ഏൽപ്പിച്ചു. കച്ചവട ചരക്കുകൾ അന്യനാട്ടിൽ കൊണ്ടുപോയി വിൽക്കുവോ എന്ന് ചോദിക്കുകയാണ്. ആ ഒരു സമയത്ത് മുഹമ്മദ് വേഗം തന്നെ സമ്മതിക്കുന്നു. അങ്ങനെ മുഹമ്മദ് കച്ചവടം കഴിഞ്ഞ് തിരിച്ച് ഖദീജയുടെ അടുത്ത് എത്തുകയാണ്. കച്ചവടത്തിന് നല്ല ലാഭമുണ്ടായിരുന്നു. അങ്ങനെ മുഹമ്മദ് സത്യസന്ധനാണെന്ന് ഖദീജക്ക് മനസ്സിലാവുകയാണ്, അഥവാ ബോധ്യപ്പെടുകയാണ്. അങ്ങനെ വിശ്വസ്തനും സൽസ്വഭാവിയുമായ മുഹമ്മദിനെ ഭർത്താവായി കിട്ടിയാൽ ഒന്നുകൂടി നന്നായിരുന്നു എന്ന് ഖദീജ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഖദീജയുടെ ഈ ഒരു ആഗ്രഹം മുഹമ്മദിന്റെ കുടുംബക്കാരോട് ചോദിക്കുകയാണ്. അങ്ങനെ മുഹമ്മദിന്റെ കുടുംബക്കാർ സമ്മതിക്കുകയാണ്. ഈ ഒരു വിവാഹം നടക്കുമ്പോൾ മുഹമ്മദ് 25 വയസ്സായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ മുഹമ്മദിന് 40 വയസ്സാവുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് മാറിയിരിക്കണമെന്ന് ഒരു തോന്നൽ ഉണ്ടാവുകയാണ്. പിന്നീട് അദ്ദേഹം ഇടയ്ക്കിടെ മക്കയിൽ ജബലുനുള്ള ഹിറ ഗുഹയിൽ ചെന്നിരിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയാണ്. റമദാൻ മാസത്തിൽ ഒരു രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജബലുനുള്ള ഹിറ ഗുഹയിൽ ഒറ്റയ്ക്ക് ചെന്നിരിക്കുകയാണ്. ആ ഒരു സമയത്ത്
ഒരു മലക്ക് അഥവാ ജിബ്രീൽ വന്ന് അദ്ദേഹത്തോട് ഇഖ്റ എന്ന് പറയുകയാണ്. നീ വായിക്കൂ എന്നാണ് അതിനർത്ഥം. നബി മുഹമ്മദിന് വായിക്കാൻ അറിയില്ല, കാരണം അന്ന് വായിക്കാനും അറിയില്ല എഴുതാനും അറിയില്ല. അദ്ദേഹം പറയുകയാണ് എനിക്ക് വായിക്കാൻ അറിയില്ല. അപ്പോൾ ജിബ്രീൽ ഒന്നുകൂടി ചേർത്ത് പിടിച്ചമർത്തിയിട്ട് പറയുകയാണ് ഇഖ്റ എന്ന് പറയുകയാണ്. അപ്പോൾ മുഹമ്മദിന് വളരെ പേടിയാവുകയാണ്. അദ്ദേഹം വീണ്ടും പറയുകയാണ് എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന്. വീണ്ടും ജിബ്രീൽ ചേർത്ത് അമർത്തി പിടിച്ച് പറയുകയാണ് വായിക്കുക എന്ന്. അദ്ദേഹം തനിക്ക് വായിക്കാൻ അറിയില്ലെന്ന് പിന്നെയും പറയുകയാണ്. അങ്ങനെ 3 പ്രാവശ്യം അമർത്തി പിടിച്ച് ഇഖ്റ എന്ന് പറയുകയാണ്. പിന്നീട് അദ്ദേഹം ജിബ്രീൽ മുഹമ്മദിനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചമർത്തി. എന്നിട്ട് അള്ളാഹുവിൻ്റെ വചനങ്ങൾ മുഹമ്മദിനെ ഓതിക്കേൾപ്പിക്കുകയാണ്. ആ ഒരു 5 വചനങ്ങൾ ഇതാണ്: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുകൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. വിശുദ്ധ ഖുർആനിലെ ആദ്യമായി റമളാൻ മാസത്തിൽ ഇറങ്ങിയ സൂറ അലഖയിലെ 5 ആയത്തുകളാണ് ഇവ. പിന്നീട് അന്ന് മുതൽ മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാവുകയാണ്. റസൂലിൻ്റെ പേര് കേട്ടാൽ നാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പ്രാർത്ഥിക്കണം. നാം നബിയെ അനുസരിക്കുകയും സ്നേഹിക്കുകയും വേണം. പിന്നീട് അദ്ദേഹം 63-ാം വയസ്സിൽ മരണപ്പെടുകയാണ്. ഇതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കഥ എന്ന് പറയുന്നത്. എന്തായാലും അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശുക്രാൻ ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.